ഈ ചെറുപ്പത്തിൽ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഒരു ആഗ്രഹം ഉദിക്കുമല്ലോ നമുക്ക് ചെറുപ്പകാലങ്ങളിൽ ഒരു സിനിമ നിർമ്മിക്കണം അല്ലാണ്ട് ഒത്തിരി സിനിമ തന്നെയായിരുന്നു അതോ അഭിനയിക്കണം അങ്ങനത്തെ യാതൊരു ആഗ്രഹവും കിട്ടിയിട്ടില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ബാക്ക്ഗ്രൗണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ തിയേറ്ററിലൊക്കെ ഈ പൈസ കിട്ടുന്ന പ്രൊഡ്യൂസർക്കാണല്ലോ എന്നാണ് ഇന്നത്തെ പോലെയല്ല, അന്ന് നമ്മുടെ ചെറിയ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഏർപ്പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ സിനിമയിൽ വന്നു. അങ്ങനെ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നു. അപ്പോൾ സിനിമ ചെയ്യണമെങ്കിൽ അതിനൊരു സംവിധായകൻ വേണമല്ലോ. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, മാമാട്ടിക്കുട്ടിയമ്മയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ഫാസിൽ സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രത്യേക മൂഡിലുള്ളൊരു സിനിമകളാണ്. ഒരു നല്ല പാട്ടുകളായിരിക്കും, നല്ല ഫാമിലി ആയിരിക്കും, ഒരു പ്രത്യേക സ്റ്റൈലിൽ പോകുന്ന ഒരു സിനിമകളായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സിനിമകളോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവമൊക്കെ ആയിട്ട് ഒത്തുപോകുന്നതാണല്ലോ എന്ന് എനിക്കൊരു തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനുള്ള പാട്ടുകൾ, അതിൻ്റെ ഒരു സിനിമയുടെ ഒരു രീതി ഉണ്ടല്ലോ, ഇതാണ് മറ്റുള്ള വ്യത്യസ്ത. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അന്നും ഇന്നും വ്യത്യസ്തമാണ്. അത് ചിലപ്പോൾ കമേഴ്ഷ്യലി സക്സസ്സോ ഫെയിലിയർ അത് വേറെ വിഷയം. സിനിമ വ്യത്യസ്തമായ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ. പിന്നെ ഹ്യൂമൻ ബന്ധം, മാനുഷിക ബന്ധങ്ങൾ പറയുന്ന കഥകളായിരിക്കും. തോക്കുമായിട്ട് പോണതോ അല്ലെങ്കിൽ കുറേ ഇടിയുള്ള സിനിമകളല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. മാനുഷികമായ കഥ പറയുന്ന, അപ്പോൾ റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന, അതെ ആയിട്ടുള്ള ഫാമിലി, മാനുഷിക മൂല്യങ്ങൾ, ബന്ധങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും. അപ്പോൾ എനിക്ക് നാച്ചുറലി അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഞാൻ ഒരു സിനിമ ചെയ്യാനുള്ള പോലെ ആ ഒരു സിനിമ അദ്ദേഹം ചെയ്യണം. അങ്ങനെ ഒരു സിനിമ പൂവിന് പുതിയ പൂന്തൽ ഫസ്റ്റിൽ 86 പൂനുതി പൂന്തൽ എന്നുള്ള അങ്ങനെ ഒരു സിനിമ അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഫാസിൽ സാറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സിനിമ സാറിന് വേണ്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് എന്നായിരുന്നോ, അതോ എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്ത് തരണം എന്നായിരുന്നു ഫാസിൽ സാറിനോട് ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഫാസിൽ സാറിനോട് ആദ്യം പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരെയല്ല. അദ്ദേഹം ഒരുപാട് നടത്തിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുപ്പായക്കൂട് അവിടെ നിന്നുള്ള ഈ ഒരു സുൽത്താൻ ബത്തേരി ആലപ്പുഴ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലൊക്കെ കയറിയാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് നാട്ടിൻപുറത്തുനിന്ന് വരുന്ന, അന്ന് എനിക്ക് കുറവല്ലേ പ്രായം, 30-35 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പോഴാണല്ലോ 70 വയസ്സൊക്കെ ആകുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇയാൾ സിനിമ പിടിക്കാൻ വന്നതൊന്നുമല്ല, നിർമ്മിക്കാൻ വന്നതൊന്നുമല്ല. ഇയാൾ കുറേ കഥകളൊക്കെ അങ്ങനത്തെ കഥയല്ല. ഇയാൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അഭിനയിക്കണമെന്നല്ല എന്തെങ്കിലും ഒരു ആഗ്രഹം കാണും സിനിമകൾ. പക്ഷേ ഇയാൾ ഒരിക്കലും ഒരു നിർമ്മാതാവല്ലെന്ന് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അദ്ദേഹം എന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വരുന്നയാൾ എനിക്കൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞല്ല വരും. ഇപ്പോഴത്തെ കാലത്ത് തന്നു വേറെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് കഥയുണ്ട് അല്ലെ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പം അതിൽ ഏറ്റവും മുന്തിയ കാര്യം പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഒരു ബഹുമാനമൊക്കെ കിട്ടുമല്ലോ ഒരു ഡയറക്ടർ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെ വല്ലതും പറയുന്ന ഒരു രീതിയിൽ വന്നതെന്നാണ് പുള്ളി ആദ്യം എന്നെ ധരിച്ചത്. പിന്നെ എൻ്റെ നിരന്തരമായ ശല്യം, ഒരു വർഷത്തേക്ക് ഒരു മാസത്തിൽ ഒരു തവണ പോലെ 2 മാസം കൂടെ അങ്ങനെ പോയിട്ട് 3-4-5 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഞാനൊരു ഒരു ആഗ്രഹം കൊണ്ട്, ശരിയായിട്ടൊരു സിനിമ പിടിക്കുന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് കാണുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഒഴിവാക്കി വിടുമ്പോഴും പുള്ളിയുടെ ബാപ്പയുണ്ട്, പിതാവുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ കാണും. അപ്പോൾ അദ്ദേഹം എല്ലാം ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നോടൊരു പ്രത്യേക, വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഒക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ഫാസിൽ സാറിന് പറഞ്ഞത്, നിനക്ക് ഈ അപ്പച്ചനൊരു സിനിമ ചെയ്ത് കൊടുത്താൽ എന്താ, അയാൾ മലബാറിൽ നിന്ന് ഇങ്ങനെ കുറേ കാലമായില്ലോ നടക്കണമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഫാസിൽ സാർ ഒന്ന് വഴങ്ങിയത്. അങ്ങനെയാണ് അതിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം. ആ സിനിമയുടെ സക്സസ് ആയിരുന്നു അടുത്ത മണിവത്തൂരിലെ? അല്ല, ആ സിനിമയുടെ ഫെയിലർ ആയിരുന്നു അടുത്ത സിനിമ എടുക്കാനുള്ള കാരണം. ആ സിനിമ സാമ്പത്തികമായിട്ട്, കാരണം അത് സിനിമയുടെ കുഴപ്പമല്ല. അന്ന് മമ്മൂട്ടിക്ക് ആ ഒരു ഓണത്തിനാണ് ചെയ്യുന്നത്, 1986 സെപ്റ്റംബർ 12 ഓണം അന്നാണ് ആ സിനിമ വരുന്നത്. അന്ന് മമ്മൂട്ടിക്ക് 5 സിനിമകളുണ്ട് ഒരേ ദിവസം. അതിൽ ആവനാഴി, സായം സന്ധ്യ, നന്ദി വീണ്ടും വരിക, പൂവിനുതി പൂന്നല്ല ഒരു സിനിമയും കൂടെ ഉണ്ട്. അതിൽ ആവനാഴി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി പോയില്ലേ, വി ശശിയുടെ ആവനാഴി അങ്ങനെ ഹിറ്റായിപ്പോയി കഴിഞ്ഞപ്പോൾ ബാക്കി വരുന്ന സിനിമകളൊന്നും അത്ര ശ്രദ്ധിക്കുകയല്ലോ. പിന്നെ ഒരു ഹീറോയുടെ ഒരു ദിവസം ഒരു സീസണിൽ 5 സിനിമ ഒന്നിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ട്? ഇപ്പോൾ ഇറങ്ങുമോ?
ഒരു ഹീറോയുടെ ഒരേ ഹീറോ അല്ലേ? അതെ ആ, അന്ന് മമ്മൂക്ക മാത്രമേ ഉള്ളൂ നമ്പർ 1. മോഹൻലാലും കൊണ്ട് കയറി വരികയല്ലേ. അത് ഈ മമ്മൂക്കനെ ഹീറോ ആക്കിയത് എൻ്റെ നിർബന്ധം കൊണ്ട് ഫാസിൽ സാർ വഴങ്ങിച്ചത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് പുതുമുകളെ വെച്ചോ അല്ലെങ്കിൽ വേറെ രീതി ചെയ്യുക. അപ്പോൾ അല്ല ഞാനൊരു അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊന്നും ഒരു സിനിമയല്ലേ ഉള്ളൂ. എല്ലാം ഇഷ്ടമുള്ള ഒറ്റ എണ്ണം ചെയ്തിട്ട് കൊണ്ട് പോരണമെന്ന് വിചാരിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ സക്സസ് ആണെങ്കിൽ കുറച്ച് കാശ് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോയില്ല എന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ അത് അല്ല, സിനിമ പിന്നെ ചെയ്യും. കാരണം നമ്മൾ ആദ്യം ഒന്നൊന്നല്ല വിചാരിക്കും, പിന്നെ അതിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആണുള്ളത് ഒന്നുകൂടെ ചെയ്യണമെന്ന് തോന്നില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അത് പിന്നത്തെ അതങ്ങ് നന്നായിട്ട് പോയി. ചെറിയൊരു സാമ്പത്തിക ക്ഷീണം വന്നപ്പോൾ ഫാസിൽ സാറും മമ്മൂക്കയും കൂടെയാണ്. കാരണം ഈ ഫാസിൽ സാറിനും മമ്മൂക്കയ്ക്കൊക്കെ മനസ്സിലായി ഞാനിങ്ങനെ ഒരു സിനിമ വന്ന് ചെയ്തിട്ട് നിർത്തിപ്പോകേണ്ട ഒരു ക്യാരക്ടറല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് മമ്മൂക്ക തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഫാസിൽ സാറിനോട് പറഞ്ഞൊരു ദിവസം ഫാസിൽ സാറിനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പക്ഷേ അടുത്ത ഓണത്തിന് അപ്പച്ചന് നമുക്കൊരു സിനിമ ചെയ്യണം. അദ്ദേഹത്തിന് ആ സിനിമ കൊണ്ട് വലിയ ഗുണം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മമ്മൂക്കയുടെ അടുത്ത് പറയും. പക്ഷേ അവർ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം മമ്മൂസേന്ന് അങ്ങനെ തന്നെ പറയാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞു നിന്നോട് ഇത് ഞാൻ അവിടുന്ന് വേറെ അറിഞ്ഞതാണ്. നമുക്ക് അങ്ങനെയാണ് പിന്നത്തെ ഓണത്തിന് 87 ഓണത്തിന് മണിമുത്തൂരിൽ ആയിരം ശിവരാത്രി വന്നത്. ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മമ്മൂക്കയുടെ ഒരു ഒറ്റ കാര്യം പറഞ്ഞു, നോക്കാം ഇത് 5 സിനിമ പോലെയല്ല, എനിക്ക് തന്നെ ഒരു സോളോ റിലീസ് തരണം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് എനിക്ക് വാക്ക് തന്നു, ഒറ്റ സിനിമ അപ്പച്ചൻ്റെ ഒരൊറ്റ സിനിമ ഇല്ലാണ്ട് ഈ ഓണത്തിന് വേറെ സിനിമ ഉണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ അത് സക്സസ് ആയല്ലോ. സക്സസ് ആയപ്പോൾ നമുക്കെൻ്റെ അപ്പോൾ പിന്നെ നമുക്ക് അന്നേരത്തേക്ക് സിദ്ദീഖിലാലൊക്കെ കയറി വന്നു. ഇവരുടെ പാസാറിന് ഇഷ്ടമായിരുന്നു. അങ്ങനെ വന്ന് അങ്ങനെ ഇത്രയും സിനിമകൾ അങ്ങനെ സംഭവിച്ചു പോയി. എന്താണ് ഇതിലെ കാര്യം? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ മുന്നത്തെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തണം എന്ന് പറയാം. പക്ഷേ സിദ്ദിഖ് ലാലിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെ അങ്ങനെ ആ ഒരു അസോസിയേഷൻ്റെ കൂടെ അങ്ങനത്തെ ഒരു അവർ മുന്നേ സിനിമകൾ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ ആ ഉള്ളൊരു മനസ്സെങ്ങനെയായിരുന്നു? ഈ സിദ്ദീഖ് ലാൽ എന്ന് പറഞ്ഞാൽ ഞാനും സിദ്ദീഖും ലാലും അവർ പാച്ചുക്കയുടെ കൂട്ടത്തിൽ എന്നെന്നും കണ്ണേട്ടൻ, ഈ പൂവനുതി പൂന്തനിൽ ഫാസിൽ സാറ് ചെയ്ത സിനിമയ്ക്ക് മുമ്പ് കണ്ണേട്ടനല്ല നോക്കാത്ത ദൂരത്തിലൊക്കെ അവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവർ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരാണല്ലോ ഇവരുടെ കൂടെ. അപ്പം ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് ചെല്ലുമ്പോൾ ഞാനൊരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അവരുമായിട്ട് ഇങ്ങനെ മാറിയിട്ടല്ല, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ എവിടെ ഈ ലൊക്കേഷൻ പോയാലും ഞാനും സിദ്ദീഖും ലാലും ഒരേ റൂമിലാണ് കിടക്കുക. അപ്പോൾ അവരുടെ കൂടെ അവർ പറയാൻ തമാശ, അവരുടെ ഇരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ വെച്ചാൽ അവർ നല്ല ഒരു സെൻസുള്ളവരാണ് അവർ രണ്ടുപേരും. അത് അപ്പോൾ സിദ്ദീഖിൻ്റെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അതിൻ്റെ ഒരു വിഷം നമുക്കുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷം വരുന്നുണ്ട്. സിദ്ദീഖിൻ്റെയൊക്കെ കൂടെ നമ്മൾ സമയം ചിലവഴിച്ചാൽ സമയം പോണത് അറിയില്ല. രണ്ടുപേരും മിടുക്കന്മാരാണ്. അപ്പോൾ അവരുടെ ഒരു സിനിമയോട് അവർക്കുള്ളൊരു പാഷൻ, സിനിമ അല്ലാണ്ട് വേറൊന്നും അവരുടെ മനസ്സിലും അവരുടെ രക്തത്തിലുമൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പെടാനും ഇത്ര ഉറക്കമൊഴിക്കാനും ഒക്കെ അവർ തയ്യാറാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലല്ലേ ഞാനും താമസിക്കുന്നത്, ഒന്നിച്ചല്ലേ കിടക്കുന്ന റൂമിൽ. അപ്പോൾ ഇവർ സിനിമയിൽ പിന്നെ അവരുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സത്യമായിട്ട് പറയുന്നത് അശേഷം ടെൻഷൻ എനിക്കില്ല. ആ ഒരു വൈബ് അറിയാം അവരുടെ വൈബ് മാത്രമേ. ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണല്ലോ. അതിപ്പോൾ രാവിലെ കയറി ഒരു വണ്ടിയിലേ കയറുള്ളൂ, പിന്നെ ഒന്നിച്ചേ കിടക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവർ പറയുന്ന തമാശ കേട്ട് നമുക്ക് സമയം പോണത് അറിയില്ല. നമുക്ക് ഒരു ടെൻഷനും തരില്ല. മറ്റൊരു ഡയറക്ടർ എടുത്താകുമ്പോൾ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഫാസിൽ സാറിൻ്റെ അടുത്താലും കഥ ഡിസ്കഷൻ കാര്യത്തിലൊക്കെ ഫാസിൽ സാറിനെ ചോദിക്കുകയും ഒക്കെ ചെയ്താലും ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിൽ അങ്ങോട്ട് അത് വേറൊരു ലൊക്കേഷൻ വേറെതല്ലേ, ഷൂട്ടിംഗ് ക്യാമറയ്ക്ക് മുമ്പിലുള്ളത്. ഇവരുടെ അടുത്ത് എന്തും പറയാമല്ലോ. നമ്മുടെ ആ ഒരു വൈബുള്ളത് കാരണമായിരിക്കാം ഈ അവരുടെ സിനിമകളൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. പക്ഷെ എന്നാലും ഒരു പുതുമുഖ സംവിധായകരാണ്, അതും ഒരു 2 പേര് ഒന്നിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു പുതുമുഖ സംവിധായകരാണ്. അതും ഫുൾ ത്രൂ ഔട്ട് നമ്മളിപ്പം സംസാരിക്കുമ്പോൾ നമ്മൾ തമാശ പറയുന്നത് പോലെ അല്ലല്ലോ, നമ്മൾ വലിയ സ്ക്രീനിൽ അത് പ്രേക്ഷകർക്ക് എത്തിക്കുമ്പോൾ അത് വർക്ക് ആവണം, അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും. ഈ പുതുമുഖ സംവിധായകരാന്നുള്ളത് സിനിമ കാണുന്നവർക്ക് നാട്ടുകാർക്കല്ലേ. എനിക്കൊരു പുതുമുഖമല്ലല്ലോ. ഞാൻ പൂവനുതി പൂന്തനിൽ മണിമുത്തൂർ ആവശ്യരാത്രി അവരുടെ കൂട്ടത്തിലല്ലേ കിടക്കുന്നത്. പിന്നെ ഒരു സിനിമയുടെ ഒരു ടാലൻ്റ് ഉള്ള ആൾക്ക് ക്യാമറ കള്ളം പറയത്തില്ലല്ലോ. അത് ക്യാമറയിൽ വരുത്താനുള്ള ബുദ്ധിയൊക്കെ അവർക്കുണ്ടെന്നുള്ളവരോ നമുക്കറിയാം. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പുതുമുഖമായാലും ആർട്ടിസ്റ്റായാലും ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നമുക്കൊരു എമോഷൻ അല്ലെങ്കിൽ അവരുടെ കോമഡി ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ
കഥ വായിക്കുമ്പോഴല്ലേ കഥ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലേ സ്ക്രീനിൽ വരുള്ളൂ. കാരണം കഥ പറയുമ്പോൾ ഇവരാണ് പറയുന്നത്, സ്ക്രീനിൽ പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് പറയണത്. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് മോഹൻലാലിന് ഒരു സീൻ എഴുതി നമ്മൾ ഫാസിൽ സാറോ സിദ്ദീഖിലോ അതൊക്കെ വായിച്ച് കേൾക്കുമ്പോഴതിനേക്കാളും ഒരു 100 ഇരട്ടി വ്യത്യാസം സ്ക്രീനിലുണ്ട്. പിന്നെ അത് ലാല് പ്രസൻറ്റ് ചെയ്യുമ്പോഴല്ലേ, മമ്മൂക്ക പ്രസൻറ്റ് ചെയ്യുമ്പോഴല്ലേ, ആര് പ്രസൻറ്റ് ചെയ്യുമ്പോഴും അത് അതിൻ്റേതായ ഒരു ഇതും പിന്നെ അതിൻ്റെ എഫക്റ്റൊക്കെ വരുമ്പോൾ നമുക്കറിയാം അത് അങ്ങനെ വരണമല്ലോ. അങ്ങനെ വരുമ്പോഴല്ലേ തിരുമ്പി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. ശരിക്കും രാംജി റാവു സ്പീക്കിങ്ങിലേക്ക് എങ്ങനെയായിരുന്നു? ചാറായിരുന്നോ മറ്റേ ഫാസിൽ സാറിനോട് പറഞ്ഞതുപോലെ തന്നെ? അല്ല, ഫാസിൽ സാർ തീരുമാനം എടുക്കുമ്പോൾ ഞാനുണ്ട്, അന്ന് ഞാനുണ്ട്. പിന്നെ അന്ന് ഫാസിൽ സാറിൻ്റെ സുഹൃത്താണ് ഈ നോക്കത്തവർ പറഞ്ഞ ഔസേപ്പച്ചൻ. ഫാസിൽ സാറിൻ്റെ തീരുമാനം തന്നെയാണ് അവരെ ആക്കണമെന്ന്. അത് നമ്മൾ ഫാസിൽ സാർ തീരുമാനിച്ചാൽ നമ്മളതിന് 100% സപ്പോർട്ട് ചെയ്യല്ലേ. പിന്നെ ഇവരെ എനിക്കറിയാമല്ലോ. പിന്നെ അതൊന്നും പുതുമകളല്ലേ, വലിയ കോസ്റ്റ് വരുന്ന സിനിമകളൊന്നും അല്ലല്ലോ. സായികുമാർ പുതുമ വേണം അങ്ങനെ കണ്ടെത്തുകയാണ്. സായികുമാർ അന്ന് ദിവസം 100 രൂപയോ ഒക്കെ മറ്റോ അത് സായിനോട് പറഞ്ഞ കേട്ടോ, നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബാഗ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അതിഭയങ്കര ഒരു നടനല്ലേ, ഒരു വലിയൊരു കലാപ്രതിഭയല്ലേ, അയാളുടെ മകനല്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ആ രക്തമല്ലേ. ആക്ട്രസ് രേഖ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും കൂടിയാണ് രാംജി റാവു സ്പീക്കിംഗ് എന്നാണ് എൻ്റെ. മാമും ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? നായിക ഇത് മതി, നമ്മൾ മലയാളത്തിൽ നിന്ന് ഒരു നായിക അല്ലാണ്ട് ഒരു തമിഴ് നായിക. ഇവരുടെ ഈ രാംജി റാവു സ്പീക്കിങ്ങിൻ്റെ കഥ മൊത്തം നമുക്കറിയാവുന്നതല്ലേ, ഇന്നസെൻ്റ് ആയിട്ടൊരു കോമഡിയൊക്കെ നമുക്കറിയാമല്ലോ. ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് മാത്രം അല്ലല്ലോ. ഇപ്പം മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡിൽ ഒരു കാര്യങ്ങൾ, അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അതെങ്ങനെ വീണാലും ആ കഥ 4 കാലിലേ വീഴുള്ളൂ, നമുക്കറിയാം. ഹീറോയിൻ വീക്കോ അല്ലെങ്കിൽ ഇത്. പിന്നെ ഇവരുടെ 3 പേരുടെ കൂടെ പോണൊരു കഥയല്ലേ. നായികയിൽ കുറച്ച് വേഷമല്ലേ ഉള്ളൂ. അതിൽ നിന്നും നമുക്കൊരു വിഷമമുണ്ടാക്കുന്ന സംഭവമൊന്നുമല്ലോ.